السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് 13-ാമത്തെ ജുസ്അ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈ പറയുന്ന നമ്മളിവിടെ നിന്ന് പറയുന്നതും നിങ്ങളെ കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ അമലാഹി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രമാണ് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. 13-ാമത്തെ ജുസിൽ പറയുന്നത്, അവിടെ ആദ്യമായി പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. അങ്ങനെ തുടർന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് യൂസുഫ് നബി പറയുന്നൊരു വിഷയമാണ്. യൂസുഫ് നബിയെ ആരോപിക്കപ്പെട്ടു. എന്താണ്? യൂസുഫ് നബിയാണ് തിന്മയിലേക്ക് ക്ഷണിച്ചത് എന്ന്. അത് പിന്നെ തെളിയിക്കപ്പെട്ടു. എന്താണ്? യൂസുഫ് നബി അല്ല, അസീസ് എന്നവരുടെ പിന്നെ അവരുടെ മിനിസ്റ്ററിൻ്റെ ഭാര്യ തന്നെയാണ് ക്ഷണിച്ചത് എന്നൊക്കെ തെളിയിക്കപ്പെട്ടു. അങ്ങനെ വമാ ഉബരി, പക്ഷേ യൂസുഫ് നബി പറയുന്നത് വമാ ഉബരി ഉ നഫ്സി, എൻ്റെ ശരീരത്തെ, എൻ്റെ നഫ്സിനെ ഞാൻ നിരപരാധിയാക്കുന്നൊന്നുമില്ല. എൻ്റെ നഫ്സിനെ ഞാൻ ആക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തിന്മയിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നഫ്സ്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യൻ്റെ ശരീരം എന്നുള്ളത് എന്നും തിന്മയിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ യൂസുഫ് നബി പറയുന്നത് നഫ്സ് തിന്മയിലേക്ക് തന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇല്ലാമ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് കരുണ കാണിച്ചാലല്ലാണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. നമ്മൾ തിന്മയിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സംരക്ഷണം ചോദിക്കണം. എന്നും അള്ളാഹുവിനോട് നമ്മൾ സംരക്ഷണം ചോദിച്ചാൽ തിന്മയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വാർണിംഗ് അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് ഇട്ടുതരും. അതാണ് ഇല്ലാമ റഹിമ റബ്ബി എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ തിന്മയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ. തിന്മയിലേക്ക് അറിയാതെയും അറിഞ്ഞൊക്കെ പോകുമ്പോൾ അള്ളാഹു നമുക്ക് അവിടെ ഒരു തിരിച്ചറിവ്, ഒരു വെളിച്ചം അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തവിടെ പറയുന്നത് അങ്ങനെ പിന്നെന്താണ്, യൂസുഫ് നബിയുടെ ചരിത്രം നീണ്ട ചരിത്രമാണ്. അടുത്ത് പറയുന്നത് എന്താണ്, ഈ അങ്ങനെ അസീസ് എന്നവരുടെ ഭാര്യ, പിന്നെന്താണ് മിനിസ്റ്ററിൻ്റെ ഭാര്യ, അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവരുടെ കീഴിലുള്ള പെണ്ണുങ്ങളൊക്കെ പറയാൻ ആരംഭിച്ചു, സ്റ്റാർട്ട് ചെയ്ത് എന്താണ്, പിന്നെ എന്താണ് ഭാര്യ, ഇവര് വലിയ രാജ്ഞിയായ ഇവർ ഒരു സാധാ ഒരു മനുഷ്യനോട് ഇങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റാണ്, അത് ശരിയല്ല, അത് മോശമാണൊക്കെ പറയാൻ ആരംഭിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പഴവും എന്താണ് ഒരു ഫ്രൂട്ടും അതേപോലെ ഒരു നല്ല മൂർച്ചയുള്ള കത്തിയും കൊടുത്തു. അത് യൂസുഫ് നബിയോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ മുമ്പിലൂടെ കടന്നു പോകണം. അങ്ങനെ യൂസുഫ് നബി അവരുടെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ അവരറിയാണ്ട് എന്ത് ചെയ്തു, പെണ്ണുങ്ങൾ അവരെ വിരലിനെ അവരെന്ത് ചെയ്തു, മുറിച്ചു. അഥവാ അവർ എന്താണ് അറിയാണ്ട് അവരെ മുറിവ് സംഭവിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഇത് ശരിക്കും എന്താണ് മാലാഖയാണ്, അത്രയും സൗന്ദര്യം ഉള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. ആ ചരിത്രം നീണ്ടതാണ്. ആ വിഷയം അവിടെ പറയുന്നുണ്ട്, ആ ചർച്ച ചെയ്യുന്നുണ്ട് ആ വിഷയം. എന്നിട്ട് പിന്നെ അവിടുത്തെ രാജാവ് സ്വപ്നം കാണുന്നതും എന്താണ്, ഒരു മെലിഞ്ഞട്ടിയ ഒരു പശു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല ശക്തിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പശുവിനെ തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് നബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്, പിന്നെ 7 വർഷം വരാനുണ്ട്. ആദ്യത്തെ 7 വർഷം നല്ല എന്താണ് പട്ടിണിയും പവർട്ടിയും എന്താണ് മോശമായിരിക്കും. അപ്പം അത് ആ ദിവസം എന്ത് ചെയ്യണം, അല്ല ഒന്നാമത്തെ 7 വർഷം എന്ത് ചെയ്യും, നല്ല സമൃദ്ധിയുള്ള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷങ്ങളായിരിക്കും. തുടർന്നിട്ടുള്ള വർഷങ്ങൾ പിന്നെ എന്താണ് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും പവർട്ടിയും വിശപ്പും
ഡ്രൗട്ടുമൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുള്ള ഒരു 7 വർഷങ്ങളായിരിക്കും എന്ന് യൂസുഫ് നബി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ യൂസുഫ് നബി എന്നെ നിങ്ങൾ ഈ നാട്ടിലെ ഒരു മിനിസ്റ്റർ ആക്കുക, എനിക്ക് ഈ വ്യാഖ്യാനങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിനിസ്റ്റർ ആക്കുന്നു. തുടർന്നിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. യാക്കൂബ് നബിയും പറയുമ്പോൾ യൂസുഫ് നബിയുടെ ഉപ്പയാണ്, പിതാവാണ്. യാക്കൂബ് നബിയുടെ ക്ഷമയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. യാക്കൂബ് നബിയുടെ മക്കൾ എല്ലാവരും വരുന്നത് പോലെ പിന്നെ പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ യൂസുഫ് നബിയുടെ അടുത്തേക്ക് അവർ വന്നു. അവർക്കറിയില്ല ഇത് യൂസുഫ് നബിയാണെന്ന്. ചെറുതുണ്ടാകുമ്പോഴല്ലോ അവർ കിണറ്റിലൊക്കെ എറിഞ്ഞതും മറ്റും ബുദ്ധിമുട്ടിച്ചതും ഒക്കെ. ഇപ്പൊ യൂസുഫ് നബി വലുതായി, രാജാവായി, അങ്ങനെ ഒരു മിനിസ്റ്ററായി. അപ്പോൾ ഇവർ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ യൂസുഫ് നബീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ യൂസുഫ് നബി ധാന്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ടാമതും അവർ വരുന്നു. അങ്ങനെ വീണ്ട വിഷയമാണ്. വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസുഫ് നബിയുടെ അനിയൻ അല്ലെങ്കിൽ ബ്രദറിനോട് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിലുള്ള എല്ലാവരോടും അവർ യൂസുഫ് നബി പറയുന്നുണ്ട്, നമ്മുടെ ഒരു വിലപ്പെട്ട ഒരു പാത്രം കാണാണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മോഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ എടുത്തുണ്ട്, അവരെ പിടികൂടിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യും, നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ കൂട്ടത്തിൽ അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ യൂസുഫ് നബിയുടെ അനിയനായ ബെന്യാമിൻ അവരുടെ കയ്യിൽ തന്നെ, അവരുടെ ബാഗിൽ തന്നെ കിട്ടുന്നു. അത് യൂസുഫ് നബി അവർ വെച്ചതാണ് മനഃപൂർവ്വം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വീണ്ട വിഷയമാണത്. അങ്ങനെ അവസാനം പിന്നെ യൂസുഫ് നബി അവരോട് പറയുന്നുണ്ട്, ഞാനാണ് യൂസുഫ് എന്നൊക്കെ പറഞ്ഞ് അവർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ നമ്മൾ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യൂസുഫ് നബി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തൻ്റെ കോട്ട് അല്ലെങ്കിൽ ഒരു മേൽക്കുപ്പായം കൊടുത്ത് ഉപ്പയുടെ മുകളിലേക്ക്, ഉപ്പയുടെ മുഖത്തേക്ക് അത് സ്പർശിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്പർശിക്കുകയും അവരുടെ കാഴ്ച തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ വേണ്ട വിഷയമാണ്. അങ്ങനെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് നബിയുടെ ഒരു ക്ഷമ. എന്തൊക്കെ പ്രശ്നം വന്നപ്പോഴും നല്ലോണം ക്ഷമിച്ച് ജീവിച്ച ഒരാളായിരുന്നു. ക്ഷമ അവിടെ നമുക്ക് നല്ല പ്രകടനമായി കാണാൻ പറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് അത്ര വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതന്നെ നമ്മൾ മുമ്പ് ചർച്ച അതാണ് യൂസുഫ് നബി യാക്കൂബ് നബിയോട് സാന്ദർഭികമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും അലിഫ്ലാം റ യാസീൻ, അലിഫ്ലാം മീം. ഇത് നമ്മൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം നിങ്ങൾ പരമാവധി ഏകദേശം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഈ അക്ഷരങ്ങൾക്ക് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, അതിനുശേഷം ഖുർആനെ പറ്റിയായിരിക്കും പറയാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, അലിഫ് ലാം മീം ദാലികൽ കിതാബ്. കണ്ട, അതേപോലെ അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക. കണ്ട, അങ്ങനെ അവർ ഒരു അമാനുഷികത അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അടുത്ത 111 ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ ഈ ലഖദ് കാന എന്താ പറയാ, 111 ആയത്തിലാണ് എന്ന് തോന്നുന്നു. ഒരു ചെക്ക് ചെയ്യട്ടെ. അതന്നെ 111 ആയത്തിൽ, അതെ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. ഇത് നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ. ഇതൊരു കഥയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഒരു കഥയല്ല, ഇതിൽ പാഠമുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ, പ്രവാചകന്മാരുടെ ചരിത്രം അത് കേൾക്കാനുള്ളത് മാത്രമല്ല, അതിൽ പാഠമുണ്ട്. ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഈ യൂസുഫ് നബിയുടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ടാണ് ക്ഷമ, യാക്കൂബ് നബിയുടെ ക്ഷമ. യൂസുഫ് നബിയെ കാണാണ്ടായപ്പോൾ പറഞ്ഞത് ഞാൻ ക്ഷമിക്കുകയാണ്, അള്ളാഹു എനിക്ക് പ്രതീക്ഷയുണ്ടെന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ യാക്കൂബ് നബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നീട് രണ്ടാമത്തെ കുട്ടിയും ബെന്യാമിൻ അവരെ കാണാണ്ടായപ്പോൾ, അല്ലെങ്കിൽ അവരെ യൂസുഫ് നബി അവിടെ പിടിച്ചു വെച്ചപ്പോൾ
അവിടെയും പറഞ്ഞത് എന്താണ്? ക്ഷമ. അങ്ങനെ നല്ല ക്ഷമാശീലനായിരുന്നു യൂസുഫ് നബിയും. അങ്ങനെ തന്നെ ക്ഷമാശീലനായിരുന്നു. ആ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കണമെന്നുള്ള ആ സൂചന ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു വിഷയം, നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഏറ്റവും അടുത്ത ആൾക്കാരും അവരിൽ നിന്നും നമുക്ക് അക്രമങ്ങളും അനീതികളും ദേഷ്യങ്ങളും വെറുപ്പുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ. അപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ടതല്ല. ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. പക്ഷെ നമ്മൾ വിശ്വാസം വേണം, എല്ലാത്തിനും വിശ്വാസം ഇതൊക്കെ വേണം. പക്ഷെ അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ള, ഇവിടെ യൂസുഫ് നബിയുടെ സഹോദരന്മാരിൽ നിന്ന് സംഭവിച്ചല്ലോ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തത് ഒരു ഗുഡ് പാരന്റിങ്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു കുട്ടികളെ വളർത്തുന്ന രീതിയിലുള്ള യൂസുഫ് നബിയെ. കാരണം അത്രയും ചെറുതായിരുന്നപ്പോൾ അവർ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗം ഇസ്തിഖാമത്തോടു കൂടി അവർ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ. അതുപോലെ വേറൊരു വിഷയം, ഒരു ആണും ഒരു പെണ്ണും ഒരിക്കലും ഖൽവത്തിലാവരുത് എന്ന് വെച്ചാൽ, ഒരു ആണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടരുത്. ഒറ്റക്കായിട്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ എവിടെയാവട്ടെ ഒരു പെണ്ണും ഒരാണും ഒരുമിച്ച് കൂടരുത്. അവിടെ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു പെണ്ണും ഒരാണ് ഒരു സ്ഥലത്ത് തനിച്ച് ഒരുമിച്ച് കൂടിയാൽ അവിടെ ശൈത്താൻ മൂന്നാമതായി ഉണ്ടാകും ഫിത്നയാക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഇതും അവിടെ പറയുന്നുണ്ട്. അവർ പാഠം കൂടെ നമ്മൾ ഉൾക്കേണ്ടതുണ്ട്. പിന്നെ വിഷയമെന്നുള്ളത്, നമ്മളെ പിന്നെ യാക്കൂബ് നബി തൻ്റെ 11 മക്കളെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഒന്നിച്ചു പോകരുത്, നിങ്ങൾ പോകുമ്പോൾ വേറെ വ്യത്യസ്തമായ വഴിയിലൂടെ പോകണം, കണ്ണേറുണ്ടാകും, ശൈത്താൻ കണ്ണുകൊള്ളും എന്നുള്ള ഒരു വിഷയം ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കാലത്ത്. നമ്മൾ കണ്ണുകൊള്ളാതിരിക്കാൻ, കണ്ണേറ് അതുള്ളതാണ്, അല്ലായിനു ഹഖ്ഖുൻ, കണ്ണേറുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ, അത് നമ്മൾ ബാധിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളത് നടത്തണം, മുൻകൈയെടുക്കണം. നമ്മളിപ്പോൾ നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ പെരുന്നാളിനോ മറ്റുമൊക്കെ നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ സ്റ്റാറ്റസ് ഇടുകയും അത് കണ്ണുകൊള്ളാൻ സാധ്യതയുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, അത് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അത്തരം വിഷയങ്ങളാണ് അവിടെ പറയുന്നത് യൂസുഫ് നബിയുടെ യൂസുഫ് സൂറയിൽ. അടുത്ത നമ്മൾ പോകുന്നത് സൂറത്തുർ റഅദാണ്. സൂറത്തുർ റഅദ് എന്താണ്? സൂറത്തുർ റഅദ് റഅദ് എന്ന് വെച്ചാൽ മിന്നൽ എന്നാണ് അർത്ഥം. അഥവാ നമ്മളിപ്പോൾ ഇടി വരുമ്പോൾ മിന്നൽ വരും, അതും ഒരു അർത്ഥം നമുക്ക് പറയാം. അല്ലെങ്കിൽ റഅദ് എന്ന് പറയുന്ന മാലാക എന്നൊക്കെ പറയും. അവിടെ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദ് എന്ന് പറയുമ്പോൾ റഅദ് തസ്ബീഹ് പറയുന്നു എന്ന്, മലക് റഅദ് എന്ന് പറയുന്ന ഏഞ്ചൽ അല്ലെങ്കിൽ മലക്ക് അവിടെ തസ്ബീഹ് പറയുന്നു എന്നുള്ള ആശയം, അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇനി റഅദ് സൂറത്തിൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ്. കണ്ട, കിതാബ് ഖുർആന്റെ ഒരു വലിയൊരു അമാനുഷികത കാണും. എന്താ പറയാ, അമാനുഷികതയാണ്. അള്ളാഹുവിന്റെ അതൊരു ഒരു ഓരോ ആയത്തുകളും അതിന്റെ വെപ്പുകൾ, അതിന്റെ അള്ളാഹു വെച്ച ഒരു സ്ഥലങ്ങൾ വളരെ മനോഹരമാണ്. ഏതായാലും അള്ളാഹുവോട് പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൂനഹ. അള്ളാഹു ആകാശങ്ങളെ ഉയർത്തിയല്ലോ, ഒരു തൂണുകളില്ലാണ്ട് അള്ളാഹു ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അള്ളാഹു കീഴടക്കി തന്നു. അതൊക്കെ പറഞ്ഞ് അവിടെ ഈ കോസ്മോളജിയെ പറ്റിയും അല്ലെങ്കിൽ ഈ ഭൂമിയെ പറ്റിയും ആകാശങ്ങളെ പറ്റിയും ഒക്കെ അള്ളാഹു പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതാണ് ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുൻശിഉ അസ്സഹാബ അസ്സിഖാൽ. അല്ലാഹുവാണ് ഈ ഇടിയെയും, ഇടി നമുക്കെന്നുള്ളത് നമുക്ക് പേടിയായും പ്രതീക്ഷയായും അള്ളാഹു നമുക്ക് തരുന്നത്. അതെങ്ങനെയാ പേടിയാവുന്നത്? ഇടികൾക്കും നമുക്ക് വലിയ പേടിയാണ്.
എന്തൊക്കെയും അപകടങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷയുമാണ്. എങ്ങനെ പ്രതീക്ഷ? നമുക്ക് മഴ വരും, കൃഷി ഉണ്ടാകും, അങ്ങനെ സംതൃപ്തി ഉണ്ടാകും, പിന്നെ സമൃദ്ധി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, ഒക്കെ അങ്ങനെ. പിന്നൊരു വിഷയം, ഈ സൂറ ഇതിൽ 11-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. വളരെ നമുക്കൊക്കെ പരിചിതമായ ഒരു ആയത്താണ്. ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റൂല, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ മാറ്റൂല, അവർ മാറണം എന്ന് അവർ വിചാരിച്ചല്ലാണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെടുക്കണം. നമ്മളാണ്. ഇപ്പം നമ്മൾ ഒരു പേഴ്സണൽ ആ ഒരു വിഷയം എടുക്കാം. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഒരു എന്തെങ്കിലും ഒരു തിന്മ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് വിചാരിക്കാം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ, ആമീൻ. ആ ഒരു തിന്മയിൽ നമുക്ക് വെടിയണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ നന്നാവണമെങ്കിൽ അത് നമ്മൾ വിചാരിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തണം, സ്റ്റെപ്സുകൾ എടുക്കണം. എന്നാലാണ് അള്ളാഹു നമുക്ക് സഹായിക്കുക. അല്ലെങ്കിൽ ഒരു സമൂഹം നന്നാവാൻ വിചാരിക്കുകയാണെങ്കിൽ, അവർ നന്നാവണമെങ്കിൽ അവരാദ്യം വിചാരിക്കണം, അവരാദ്യം തീരുമാനം എടുക്കണം, ഡിറ്റർമിനേഷൻ എടുക്കണം. അതാണ് അവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം അഹ്ലു തഖ്വ, അതായത് ഈ ഒരു മുഅ്മിനീങ്ങളെ പറ്റിയിട്ട് അവർ എന്തൊക്കെ സ്വഭാവങ്ങളാണ് അവർ വേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ അവിടെ പറയുന്നുണ്ട്. എങ്ങനെ എന്താ പറയാ, ഒന്നാമതായി പറയുന്നത് എന്താണ്, അവർ വാഗ്ദാനം നൽകിയാൽ അവർ നിറവേറ്റും. നമുക്കത് ഹദീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ അവർ വാഗ്ദാനം ചെയ്താൽ അവർ ലംഘിക്കും. ഇതാ വഅദ ഖലഫ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ എന്താണ്, മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വാഗ്ദാനം ചെയ്ത് അവർ പൂർത്തീകരിക്കുന്നതാണ്, അവരുടെ കുടുംബ ബന്ധം അവർ സൂക്ഷിക്കുന്നതാണ്, അവർ രക്ഷിക്കുന്നതാണ്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. അങ്ങനെ തുടർന്ന് അവർ ക്ഷമാശീലരാണ്. വല്ലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വഅഖാമുസ് സ്വലാത്ത വഅൻഫഖു മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅത്തി ഉലൈക ലഹും ഉഖ്ബദ്ദാർ. അതേപോലെ അവർ ക്ഷമാശീലരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹദീസിലൊക്കെ കാണാൻ പറ്റും. ബിൽ ഹസന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുബിഅൽ ഹസനത. അങ്ങനെ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു നന്മ ചെയ്ത് നമ്മളതിനെ ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു വിഷയം. അതിനുശേഷം അവർ ഹിസാബിനെ പേടിക്കുന്നവരാണ്, ഹിസാബ് അവർക്ക് ഭയമുണ്ട്, ഹിസാബിനെ പറ്റിയിട്ട് അവർ ശ്രദ്ധിക്കുന്നവരാണ്, അതൊക്കെ പറയും. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് അവർക്ക് ഇതൊക്കെ അവർ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ മാലാകന്മാർ സലാമുൻ അലൈക്കും ബിമാ സബറത്ത്, മാലാകന്മാർ അവരോട് പറയുന്നൊരു വാക്ക് സലാമുൻ അലൈക്കും ബിമാ സബറത്ത്, നിങ്ങൾ ക്ഷമാശീലരായിരുന്നല്ലോ, നിങ്ങൾ ക്ഷമിച്ചല്ലോ, അതിന് നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് രക്ഷ, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, സലാമുൻ അലൈക്കും ബിമാ സബറത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നേരെ മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് വിഷയം ഇവിടെ പറയുന്നുണ്ട്. അതായത് എന്താണ്, ഈ മുഅ്മിനീങ്ങളല്ലാത്ത മുനാഫിക്കീങ്ങളായ മുശ്രിക്കീങ്ങളായ ഒക്കെ ആൾക്കാർ അവർ വാഗ്ദാനം ലംഘിക്കുന്നവരാണ്, അവർ കുടുംബ ബന്ധം നഷ്ടപ്പെടുത്തുന്നവരാണ്, അത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് എന്നൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മൾ എന്നും ദിക്ർ പറഞ്ഞാണ്. നമ്മുടെ ഈ കുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ, നമ്മളെ ഒരു ലൈഷ്യസ് ടൈം അല്ലെങ്കിൽ ഒഴിവ് സമയത്ത് നടന്നു പോകുമ്പോൾ, ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ റോട്ടിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവെപ്പോഴും ഒരു നനവായി നമ്മളെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഖൽബിൽ അള്ളാഹു സമാധാനവും ശാന്തിയും ഇട്ട് തരും. അള്ളാഹു തന്നെ തൗഫീഖ് നൽകട്ടെ, അമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം പ്രവാചകന്മാരൊക്കെ അവർ കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ കല്യാണത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കല്യാണം ചെയ്യേണ്ടതുണ്ട്. പ്രവാചകന്മാർ
അവരൊക്കെ കല്യാണം കഴിച്ചവരാണെന്നൊക്കെ പറയുന്ന ഒരു ആയത്ത്. അതാണ് സൂറ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ അടുത്തതായി സൂറ ഇബ്രാഹിം മക്കിയാണ്, 53 ആയത്തുകളൊക്കെ ഉണ്ട് അതിലും നമുക്ക് കാണാം അലിഫ് ലാം റ കിതാബുൻ കണ്ട കിതാബൻ അൻസൽനാഹു ഇലൈക് അതവിടെ പറയുന്നുണ്ട്. ആദ്യമായി അവിടെ പറയുന്നത് ഈ ഖുർആൻ എന്നുള്ളത് അത് ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. ഈ ഖുർആൻ എന്തിനാ അള്ളാഹു ഇറക്കിയതെന്നറിയോ? തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ ലുൽമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്. ഈമാൻ എന്നുള്ളത് പ്രകാശമാണ്, അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മീഡിയയാണ്, ഒരു മാർഗമാണ് ഖുർആൻ. അതവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇബ്രാഹിം നബിയുടെ ദുആ ഇബ്രാഹിം നബി ദുആ എന്ന വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി മക്ക നഗരത്തിന് വേണ്ടി ദുആ ചെയ്തത്, അവിടെ പ്രത്യേകിച്ച് അവിടെ മക്കൾക്ക് വേണ്ടി മക്കളെ ഈ ബിംബാരതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ദുആനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ പ്രത്യേകം നമ്മൾ ദുആ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, ദൈനംദിനം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദുആ ഇബ്രാഹിം നബിയുടെ അവിടെ ഖുർആനിൽ പറഞ്ഞൊരു ദുആ എന്താണ്? ഈ 40 നമ്മൾക്ക് കാണാൻ പറ്റും. 39 റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, എൻ്റെ മക്കളെയും അതുപോലെ ആക്കണേ, എന്റെ ദുആ നീ സ്വീകരിക്കണേ. റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് വലാ തഹ്സബൻ. അതാണ് ആ 2 ദുആ. അതിനുശേഷം പറയുന്നത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറയുന്നത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികളെ അവരൊക്കെ ചെയ്യുന്നത് അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അശ്രദ്ധനാണ്, അള്ളാഹു ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുതേ, നിങ്ങൾ വിചാരിക്കരുതേ. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഇതൊക്കെ അള്ളാഹു മാറ്റിവെക്കുന്നത് നാളെ അന്ത്യനാളിലാണ്. അവർക്ക് ആ ദിവസം അവർക്ക് തിരിച്ചടിയും അവർക്ക് അതിനുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കും എന്ന് പറയുന്ന വിഷയം. അതിനുശേഷം നമുക്ക് അവസാനത്തെ ഒരു ആയത്തും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹാദാ ബലാഉൻ ലിന്നാസി വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. വലിയുൻദറൂ ബിഹി, അതുകൊണ്ട് അവർ ഉൾക്കൊള്ളട്ടെ, അവർ വലിയ അലമു, അവർ മനസ്സിലാക്കട്ടെ, അന്നമാ ഹുവ ഇലാഹു വാഹിദ്, അള്ളാഹുവാണ് ഇലാഹായ ഏകനായ ഇലാഹ്. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാർ അവർ ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പോൾ ഈ കഥകളും ഈ പാഠങ്ങളും വിഷയങ്ങളും ഇതൊക്കെ വെറുതെയല്ല, അതിൽ പാഠമുണ്ട്, അത് മനസ്സിലാക്കണം, ബുദ്ധിയുള്ള ആളത് മനസ്സിലാക്കുമെന്ന് പറയുന്ന ഒരായത്ത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ ജഅൽ ഇൽമനാ നാഫിഅ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.